നമസ്കാരം. പതിരും കതിരും. കൊട്ടാരക്കര കോവിലകത്ത് ഒരടിയന്തരം. അത് പ്രമാണിച്ച് കൃഷ്ണനാട്ടക്കാരെ അയച്ചു കൊടുക്കണമെന്ന് കാണിച്ച് കോഴിക്കോട്ടെ മാനവിക്രമ മഹാരാജാവിന് കൊട്ടാരക്കര തമ്പുരാൻ ഒരു കത്തയച്ചു. മറുപടി നിരാശാജനകമായിരുന്നു. തെക്കർക്ക് കൃഷ്ണനാട്ടം കാണുവാനുള്ള കെൽപ്പില്ല എന്ന് പറഞ്ഞാണ് സാമൂതിരി മറുപടി കൊടുത്തത്. തെക്കർക്കൊന്നിനും കെൽപ്പില്ല, വടക്കരോ ബഹുയോഗ്യന്മാർ. കണ്ണൂരെ ചില കമ്മ്യൂണിസ്റ്റ് ആട്ടക്കാർക്കും ഇങ്ങനെ ഒരു ചിന്തയുണ്ട്. കമ്മ്യൂണിസം താങ്ങാനുള്ള കെൽപ്പൊന്നും തെക്കർക്കില്ല. അതുകൊണ്ടാണല്ലോ കണ്ണൂർ പാർട്ടിയുടെ മസ്തകമായി ഇപ്പോഴും അറിയപ്പെടുന്നത്. അവിടെ മാർക്സിസത്തിൻ്റെ കുറേ മാനവിക്രമന്മാരുണ്ട്. ജഗതലപ്രതാപിയായ പിണറായി വിജയൻ, സർവസാജിയായ ഗോവിന്ദൻ, റമ്മുകുപ്പിയുടെ പുറത്തെ XXX പോലെ 3 ജയരാജന്മാർ. ഇവരുടെ കൂടിയാട്ടവും കൂത്തുമാണ് കേരളത്തിലെ കമ്മ്യൂണിസത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. ഒപ്പം നിൽക്കാൻ കുറേ മിനുക്ക് വേഷക്കാരും. കാലാന്തരേണ ജയരാജന്മാരുടെ പ്രതാപം മങ്ങി, കുട്ടിത്തരം വേഷങ്ങൾ കടന്നു വന്നു. പിണറായി വിജയൻ്റെ അനുഗ്രഹത്തോടെ അവതരിച്ച അത്തരത്തിലൊരു വേഷമാണ് KK രാഗേഷ്. ഓരോ കാലത്തും ഒതുക്കൽ പ്രക്രിയയുടെ ഭാഗമായി പിണറായി വിജയൻ ഇങ്ങനെ ഓരോന്ന് ചെയ്യാറുണ്ട്. കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന P ജയരാജൻ തലയ്ക്കു മേലെ വളരുന്നുവെന്ന് കണ്ടപ്പോൾ അതിയാനെ വടകരയിൽ കൊണ്ടുപോയി സ്ഥാനാർത്ഥിയാക്കി. 8 നിലയിൽ പൊട്ടിയതോടെ സെക്രട്ടറി സ്ഥാനവും നഷ്ടമായി, MP സ്ഥാനവും പോയി. അതിനുശേഷം ഖാദി ബോർഡിൽ കൊണ്ടിരുത്തിയതല്ലാതെ കണ്ണൂർ ജില്ലയിലെ പാർട്ടിയുടെ തലപ്പത്ത് തിരിച്ചു വരാൻ P ജയരാജന് കഴിഞ്ഞിട്ടില്ല. പകരം മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന MV ജയരാജനെ നിയമിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാർലമെൻറ്റിലേക്ക് മത്സരിച്ച MV ജയരാജന് സെക്രട്ടറി സ്ഥാനം ഒഴിയേണ്ടി വന്നു. പകരം മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന KK രാഗേഷിനെ ആ ചുമതലയിൽ നിന്ന് ഒഴിവാക്കി കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാക്കി. ആ യാത്രയയപ്പിലാണല്ലോ ദിവ്യ അയ്യർ കർണൻ്റെ കവചകുണ്ടലമാക്കി KK രാഗേഷിനെ വാഴ്ത്തിയത്. ജയരാജന്മാരെ സഹിച്ചാലും KK രാഗേഷിനെ സഹിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് കണ്ണൂരെ സൈബർ പോരാളികൾ പോലും. തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത ആഘാതത്തോടെ KK രാഗേഷിനെതിരെ സൈബർ ആക്രമണം മുറുകിയിരിക്കുകയാണ്. ഇത്രയും കാലം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചിട്ടും ഈ മനുഷ്യന് യാതൊരു മെരുക്കവും വന്നിട്ടില്ല. 56 വയസ്സേ ഉള്ളൂ KK രാഗേഷിന്. ഈ ചെറുപ്പക്കാരൻ ഹൃദയം തുറന്നൊന്ന് ചിരിക്കുന്നതോ എളിമയോടെ മനുഷ്യനോട് സംസാരിക്കുന്നതോ മാധ്യമപ്രവർത്തകരോട് ഇടപെടുന്നതോ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? മനുഷ്യന് വേണ്ട യാതൊരു വിചാരങ്ങളുമില്ലാത്ത ഒരു മരപ്പാവയെ പോലെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളെല്ലാം. തികച്ചും യാന്ത്രികനായ ഒരു കമ്മ്യൂണിസ്റ്റ്. ഒരു മൂളിപ്പാട്ട് പോലും പാടാൻ അറിയില്ല. സർവ്വസമയവും സിദ്ധാന്തത്തിൻ്റെ കനം തൂങ്ങിയ മുഖഭാവമാണ്. പിണറായി വിജയനെ അനുകരിക്കുകയാണെന്ന് നമുക്ക് തോന്നും. MV ജയരാജനൊക്കെ പൊട്ടത്തരവും വഷളത്തരവും പറയുമ്പോഴെങ്കിലും നമുക്കൊന്ന് ചിരിക്കാൻ തോന്നും. പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ ഉയർത്തിവിട്ട രക്തസാക്ഷി ഫണ്ട് അപഹരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ നേതാവിൻ്റെ പ്രതികരണം എത്ര ധാർഷ്ട്യം നിറഞ്ഞതായിരുന്നു. പാർട്ടിക്കത് നാട്ടുകാരോട് പറയേണ്ട കാര്യമില്ല. ഞങ്ങൾ പൊതുജനങ്ങളോട് പറയില്ല, ബഹുജനങ്ങളോടെ പറയൂ. പൊതുജനങ്ങൾ എന്നാൽ നാട്ടിലുള്ള ജനം, ബഹുജനമെന്ന് പറഞ്ഞാൽ പാർട്ടി അനുഭാവികളടങ്ങുന്ന ജനം. എന്നിട്ട് ബഹുജനങ്ങളോട് ഈ കണക്കൊക്കെ പറഞ്ഞു കൊടുത്തോ രാഗേഷ്? തളിപ്പറമ്പിൽ TK ഗോവിന്ദനും പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണനും ഉയർത്തിവിട്ട വിവാദത്തെ എത്ര പുച്ഛത്തോടെയാണ് ഈ ജില്ലാ സെക്രട്ടറി കൈകാര്യം ചെയ്തത്. പരപുച്ഛവും അഭ്യസൂയയുമാണ് ഈ സഖാക്കളുടെ എല്ലാം കാതൽ. പാർട്ടി സെക്രട്ടറിയായി താങ്കൾ തുടരുന്നിടത്തോളം കാലം കണ്ണൂരിൽ പരാജയം തുടരുമെന്നാണ് രാഗേഷിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷ വിമർശനം ഉയരുന്നത്. അന്തരിച്ച മുതിർന്ന CPMൻ്റെ നേതാവ് AB ബാലന് അന്ത്യാഭിവാദ്യം അർപ്പിച്ച് രാജേഷ് ഒരു പോസ്റ്റ് ഇട്ടു. അന്ത്യാഭിവാദ്യങ്ങൾ സഖാവേ എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതിനു താഴെ ശൈലജ ടീച്ചറും ജയരാജനും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ചെങ്കൊടി പുതപ്പിക്കുന്ന ഒരു ചിത്രവും നൽകി. എന്നാൽ മുൻ പാനൂർ ഏരിയ സെക്രട്ടറിയും മുതിർന്ന CPM നേതാവുമാണ് ബാലനെന്ന് 2 വാക്ക് എഴുതാൻ രാഗേഷിന് സമയമില്ല എന്നാണ് കമൻറ്റുകൾ. കണ്ണൂരിലെ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ബാലൻ സഖാവിനെ കുറിച്ച് 2 വാക്ക് കുറിക്കാൻ പാർട്ടി സെക്രട്ടറിക്ക് സമയമില്ല. പക്ഷേ മറ്റൊരു ധീരോദാത്തനായ നേതാവിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ KK രാഗേഷ് വിതുമ്പുന്നുണ്ട്. ജൂൺ 11 സഖാവ് PK കുഞ്ഞനന്ദൻ്റെ സ്മരണ ദിനമാണ്. പ്രതിസന്ധികൾക്കും പീഡനങ്ങൾക്കും മുമ്പിൽ പതറാതെ അവസാന ശ്വാസം വരെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കരുത്തായി ജീവിച്ച സഖാവ് PK കുഞ്ഞനന്ദൻ്റെ ധീരസ്മരണയ്ക്ക് റെഡ് സല്യൂട്ട് എന്നാണ് രാഗേഷ് എഴുതിയത്. 51 വെട്ടേറ്റ് അവസാന ശ്വാസം വരെ നിലവിളിച്ചു കൊണ്ടിരുന്ന മറ്റൊരു സഖാവുണ്ടായിരുന്നു TP ചന്ദ്രശേഖരൻ. ആ മനുഷ്യനെ കൊന്ന കേസിലെ പ്രതിയാണ് ഈ PK കുഞ്ഞനന്ദൻ എന്നോർക്കണം.
CPMന്റെ നിർദ്ദേശപ്രകാരം TPയെ ക്രൂരമായി കൊല്ലാൻ നേതൃത്വം കൊടുത്ത മനുഷ്യനായിരുന്നു കുഞ്ഞനന്തൻ. ഈ കുഞ്ഞനന്തനെ ഇപ്പോൾ പാർട്ടിക്കാർ ആരാധിക്കുകയാണ്. അവരുടെ കൊടിയിൽ എഴുതി വച്ചിരിക്കുന്നത് സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം. അവർ പ്രസംഗിക്കുന്നതോ മാനവികതയും ആവിഷ്കാര സ്വാതന്ത്ര്യവും. ഒന്നാലോചിച്ച് നോക്കൂ, എത്ര രസകരമാണ് കാര്യങ്ങൾ. രക്തസാക്ഷി ഫണ്ട് അപഹരിച്ചുവെന്ന് പറഞ്ഞവനെ കള്ളനെന്ന് പറഞ്ഞ് പുറത്താക്കി. ഒരു കൊലപാതക കേസിലെ പ്രതിയുടെ ധീരസ്മരണകളെ അഭിമാനപൂർവ്വം ഇപ്പോഴും പേറി നടക്കുന്നു. TP വധത്തിൽ പാർട്ടിക്ക് പങ്കില്ല എന്ന് പറഞ്ഞവരാണ് ഇവർ. രാകേഷിൻ്റെ ഈ പോസ്റ്റിന് താഴെ വന്ന് മനുഷ്യർ മുഴുവൻ തെറി വിളിക്കുകയാണ് ഇയാളെ. ഇത്ര കനത്ത പരാജയം ഏറ്റുവാങ്ങിയിട്ടും വെളിവും വെള്ളിയാഴ്ചയുമില്ലാത്ത ഒരു വർഗമായി ഈ വിപ്ലവകാരികൾ മാറിപ്പോയല്ലോ. തളിപ്പറമ്പിൽ PK ശ്യാമളയ്ക്കെതിരെ മത്സരിച്ച TK ഗോവിന്ദനെ പറയാത്തതായി ഒന്നുമില്ല. അയാൾ വോട്ട് ചെയ്യാൻ വന്ന ദിവസം കൂട്ടം കൂടി നിന്ന് കമ്മികൾ കൂവി വിളിച്ചു. ആ കൂവി വിളിച്ച വാർഡിലാണ് TK ഗോവിന്ദന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയത്. അപ്പോഴാരാണ് പാർട്ടിയെ ഒറ്റുന്നത്? വർഗവഞ്ചകരോ ഇപ്പോഴും കമ്മ്യൂണിസം നെഞ്ചിൽ കൊണ്ട് നടക്കുന്ന സാധാരണ മനുഷ്യരോ? ഒന്നോ രണ്ടോ അനുഭവം കൊണ്ട് പഠിക്കുക എന്നത് മനുഷ്യൻ്റെ ഒരു ജൈവ സ്വഭാവമാണ്. യാന്ത്രികവും ഉപരിപ്ലവവുമായി മാത്രം കഴിഞ്ഞുകൂടുന്ന കമ്മ്യൂണിസത്തിന് ഒന്നല്ല 100 കിട്ടിയാലും പഠിക്കില്ല. ജയരാജന്മാർക്കും പിണറായി ഗോവിന്ദന്മാർക്കും ശേഷം അടുത്ത തലമുറയെ നയിക്കേണ്ട കമ്മ്യൂണിസ്റ്റുകാരനാണ് ഈ KK രാഗേഷ് എന്നോർക്കണം. രാഗേഷിനോട് ഒന്നേ പറയാനുള്ളൂ, ഉള്ളിൽ നിങ്ങൾ ഓഫ് ചെയ്തിട്ടിരിക്കുന്ന മനുഷ്യത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ജനാധിപത്യ മര്യാദകളുടെയും സ്വിച്ചുകൾ ഒന്നൊന്നായി ഓൺ ചെയ്യണം. ആദ്യം മനുഷ്യനാകണം, പിന്നെയാകാം നേതാവ്.